ആമോസിന്റെ പുസ്തകം 8-ാം അധ്യായം 11-ാം വാക്യം. ആമോസ് 8:11 പറയുന്നു. ഈ ഒരു വാക്യം വേറെ ഒന്നില്ലല്ലോ കേട്ടോ. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയാം. ആമോസ് 8:11 പറയുന്നു. ആമോസ് 8:11 ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചാൽ ഈ വചനം കിട്ടത്തില്ല. പറയുന്നു, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള ഒരു വിശപ്പ്. ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു. അങ്ങനെ ഒരു വിശപ്പ് കർത്താവ് അയക്കും. ഹല്ലേലൂയ. ഇതിലേക്ക് ഇതാണ് ഉണർവെന്ന് പറയേണ്ടത്. വചനം കേൾക്കാൻ കൊതിയുണ്ടോ? അവർ ഉണർവാണ്. ഒരു മുടങ്ങൻ എഴുന്നേറ്റ് നടക്കുമ്പോ അത് ഉണർവല്ല, അത് അത്ഭുതങ്ങളും അടയാളങ്ങളാണ്. എന്നാൽ ഉണർവ് ഇതാണ്, യഹോവയുടെ വചനം കേൾക്കുവാൻ ദേശത്ത് ദൈവം ഒരു പ്രവൃത്തി അയക്കണം. ഹല്ലേലൂയ. പൗലോസ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ലൂദിയയുടെ ഹൃദയം തുറന്നു. ബാക്കി അവിടെ കൂടിയിരുന്നതൊക്കെ പോട്ട അണലിയെ പോലെ അടച്ച ഹൃദയമായിട്ടിരിക്കുമ്പോ യഹോവയുടെ വചനം ചെന്ന് ലൂദിയയുടെ ഹൃദയം തുറന്നു. അപ്പൊ ശ്രദ്ധിച്ചോളണം, വചനത്തിനായിട്ടൊരു ദാഹം വെളിപ്പെടുന്ന ഒരു നാൾ വരും. ഇപ്പൊ അപ്പത്തിനുള്ള വിശപ്പാണ്. എന്നാൽ ഇതിന്റെ ഒരു നിഴലുണ്ട്. നമ്മളുടെ ഉള്ളിലൊക്കെ ചിലപ്പോൾ ഒരു വചനദാഹം കൊതിയോട് വന്നിട്ടുണ്ടോ? ഉണ്ടോ? ആ വിശപ്പ് നമ്മുടെ ഇഷ്ടത്താൽ വന്നതല്ല. ആ വിശപ്പ് തന്നത് സ്വർഗത്തിലൊരു ദൈവം. ആമേൻ.